അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. പോകുന്നതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ബാബയ്ക്ക് എല്ലാ ബ്രാഹ്മണരായ കുട്ടികളുടെയും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകുന്നു. സ്നേഹസ്മരണകൾ നൽകുന്നതിനോടൊപ്പം ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ വിശേഷിച്ച് പാണ്ഡവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. വിശേഷിച്ച് ഭട്ടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗ തപസ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ അത് കേട്ട് ബാബ പുഞ്ചിരിച്ചുകൊണ്ട് ബാബ പറഞ്ഞു, എന്നോട് ചോദിച്ചു, ഭട്ടിയുടെയും തപസ്യയുടെയും ലോകത്തിലെ ഏതെങ്കിലും ഉദാഹരണം ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. അങ്ങ് എന്ത് കാണിച്ചു തരുന്നോ പറഞ്ഞു തരുന്നോ അത് ഞാൻ കേൾക്കാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ ആദ്യം പാണ്ഡവരുടെ നേർക്ക് നോക്കിക്കൊണ്ട് പ്രഹ്ലാദനെ കാണിച്ചു. 4 ഭാഗത്തും തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രങ്ങളിൽ ലോകത്തിൽ പർവ്വതം സേഫാണ്. മറുവശത്ത് ബാബ സഹോദരിമാരുടെ ആ ഭട്ടിയുടെ രൂപത്തിൽ സീതയെ കാണിച്ചു തന്നു. അഗ്നിപരീക്ഷ എടുക്കുന്നതിനു വേണ്ടി ഈ രേഖയുടെ അപ്പുറത്തേക്ക് പോകുവാൻ പാടില്ല. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തിലാണെങ്കിൽ പഴമൊഴികൾ ഇതിനെല്ലാം എഴുതപ്പെട്ടിരിക്കുകയാണ്, പറയുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ എല്ലാ കാര്യങ്ങളും ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ ജീവിതത്തിൻ്റെതാണ്. പ്രഹ്ലാദൻ്റെ കഥ ലോകത്തിൽ കാണിക്കുന്നു. വാസ്തവത്തിൽ ബാബയുടെ കുട്ടികളായ നിങ്ങൾ തപസ്യ ചെയ്യുന്നു, തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശേഷ തപസ്യ ചെയ്ത ശേഷം അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ബാബ പറഞ്ഞു, സഹോദരന്മാരായ നിങ്ങൾ അഥവാ വിശേഷിച്ച പാണ്ഡവർ അത്രയും ശക്തിശാലി കിരണങ്ങൾ, സകാശ് വൈബ്രേഷൻസ് നിറച്ചുകൊണ്ട് വേണം എല്ലാവരും പോകേണ്ടത്. കാരണം നിങ്ങൾ ബാബയുടെ കുട്ടികളാണ്. ബാബയുടെ കുട്ടികളുടെ മുന്നിലും പല പ്രകാരത്തിലുള്ള ആത്മാക്കൾ വരുന്നു. ജ്ഞാനികളും വരുന്നു, അജ്ഞാനികളായ ആത്മാക്കളും വരുന്നു, ഭക്ത ആത്മാക്കളും വരുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങൾ അത്രയും തൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ജ്വാലാമുഖി തപസ്യ ചെയ്യണം. പ്രവൃത്തിയിൽ ഇരിക്കുമ്പോഴും ലോകത്തിൽ കഴിയുമ്പോഴും എവിടെ ഇരിക്കുകയാണെങ്കിലും. എന്നാൽ ബാബ പറഞ്ഞു, ആരെങ്കിലും തപസ്യയിൽ ഇരിക്കുമ്പോൾ അവരുടെ തപസ്യയ്ക്ക് ഭംഗം വരുത്തുന്നതിനു വേണ്ടി പല പ്രകാരത്തിലുള്ള പരീക്ഷകൾ എന്ന് പറയാം, അഥവാ മായ വരുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങളുടെ കർത്തവ്യം എന്താണ്? ബാബയുടെ വീട്ടിൽ നിന്നും ശക്തികൾ നിറയ്ക്കുന്നു, ശക്തി എടുത്തുകൊണ്ടു പോകുന്നു. ബാബ പറഞ്ഞു, ഇപ്രകാരത്തിലുള്ള അഖണ്ഡ തപസ്യ ചെയ്യണം. അതായത് മുന്നിൽ എപ്രകാരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും, ഏത് പ്രകാരത്തിലുള്ള പരീക്ഷ വന്നാലും ആ എല്ലാ കാര്യങ്ങളിൽ നിന്നും സദാ മുക്തമായിരിക്കണം. പിന്നെ ബാബ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, പാണ്ഡവർ ആരെല്ലാം വന്നിരിക്കുന്നുവോ അതിൽ പല കുമാരന്മാരുമുണ്ട്, പല അതർ കുമാരന്മാരും ഉണ്ട്. എന്നിരുന്നാലും ബാബ തൻ്റെ സ്വരൂപത്തിൽ സമാന വിഭാഗത്തിൽ ഉള്ളവരുടെ രൂപത്തിൽ ബ്രഹ്മ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ആയി നോക്കുകയാണ്. നിങ്ങളെല്ലാവരും ബാബയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്രകാരത്തിലുള്ള തപസ്യ ചെയ്യണം. ഇത്രത്തോളം സ്വയം നിറഞ്ഞവരായും
മാസ്റ്റർ ബ്രഹ്മബാബയ്ക്ക് സമാനമായും മനസ്സിലാക്കി നടക്കുകയാണെങ്കിൽ കുട്ടികളായ നിങ്ങൾക്കും നൽകുന്നതിനുള്ള ഭാവന സദാ സർവർക്ക് വേണ്ടിയും നിലനിൽക്കും. വളരെ സ്നേഹത്തോടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാബയുടെ വദനത്തിലുള്ള രൂപം വലിയ തപസ്വിയുടെ രൂപത്തിൽ ബാബ കുട്ടികളുടെ നടുവിൽ ഇരിക്കുന്നത് പോലെയായിരുന്നു. പിന്നെ ബാബ സഹോദരിമാരെ കുറിച്ചും പറഞ്ഞു. പുത്രിമാരും സംഘടനയിൽ കഴിയുന്നു, ചിലർ ഒറ്റയ്ക്കും കഴിയുന്നുണ്ട്. എന്നാൽ ബാബ പറഞ്ഞു, സ്വയം തന്നെ ഇത്രയും വേറിട്ടവരും ഇത്രയും പ്രിയപ്പെട്ടവരുമാക്കി മാറ്റണം. ഇത്രയും നഷ്ടവും മോഹ ആക്കി മാറ്റുകയും വേണം. അതായത് മനസ്സിൽ ഒരു പ്രകാരത്തിലുമുള്ള ആശയം ഉണ്ടായിരിക്കരുത്. ആ രേഖയ്ക്കുള്ളിൽ ഇരിക്കണം. കാരണം താങ്കൾ സേവനത്തിൻ്റെ മേഖലയിലുള്ളവർ ആണ്. ബാബ കുട്ടികൾക്ക് വളരെയധികം സ്നേഹത്തിൻ്റെ ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുകയാണ്, സകാശ് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന അനുഭവം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിൽ വരിക എന്നാൽ സ്വയം തന്നെ ഓരോ പ്രകാരത്തിലും നിറഞ്ഞവരായി മടങ്ങിപ്പോവുക എന്നാണ്. ബാബ തൻ്റെ കുട്ടികൾക്ക് ഈ ഒരു വിശേഷ സൂചന നൽകുകയാണ്. സമയം വളരെയധികം നിർണായകം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ വീട്ടിൽ താമസിച്ചാലും പ്രവൃത്തിയിൽ കഴിയുകയാണെങ്കിലും ലോകത്തിൻ്റെ ഇടയിലാണ് താമസിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞ ശേഷം മറ്റു പല ആത്മാക്കളുടെയും ഓർമ്മകൾ നൽകി. പിന്നെ ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിക്കുകയും സ്വീകരിപ്പിക്കുകയും ചെയ്തു. ഏത് ആത്മാക്കളുടെ വിശേഷ ഓർമ്മകൾ ഉണ്ടായിരുന്നുവോ അവരെയും സ്വീകരിപ്പിച്ചു. പിന്നെ ഭട്ടിയിൽ വന്നു ചേർന്ന് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ബാബ വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. സർവർക്കും വേണ്ടിയുള്ള ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.